ഉർവശി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിന് പോയിട്ടുണ്ടല്ലോ. ഉർവശിയും കൽപ്പനയും അമ്പിളിച്ചേട്ടനും ജഗദീഷ് ശ്രീകുമാറും കൂടി അല്ലെ ദുബായിൽ എന്തോ ഒരു ഷോയ്ക്ക് പോയി അല്ലേ, അതൊക്കെ പൊളിച്ചില്ലേ? വിളിച്ചു. അതെന്തുമായിരുന്നു മിക്കവാറും അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ പോകുമ്പോഴേ സാധാരണ ഉർവശി പറയുന്ന ഒരു കുറച്ചൊരു അന്തർമുഖതയും കുറച്ചൊരു നാണം കുണുങ്ങി സ്വഭാവവും ഒക്കെ വെച്ചിട്ട് സെറ്റുകളിലൊക്കെ വളരെ കുറച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ നായികയായിട്ടായിരുന്നല്ലോ അരങ്ങേറ്റം എന്നാണല്ലോ സ്വയമായിട്ട് അവകാശപ്പെടുന്നത്. ഞാൻ കേട്ടത് കലബല സംസാരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പറഞ്ഞായിരിക്കും എല്ലാ ആൾക്കാരും. എനിക്ക് അതിപ്പോഴത്തെ കാര്യം കാരണം എല്ലാവരും പരിചയമായി. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല സാർ, കാരണം സീനിയേഴ്സ് ആണ് എല്ലാവരും. ജയറാമിന്റെ ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടെ നമുക്ക് തമാശ കാര്യങ്ങളൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം വന്നവരല്ലേ, പ്രായത്തിൽ മൂത്താണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് എന്താണെന്നറിയോ കൂടുതൽ ഫ്രീഡം തോന്നും സംസാരിക്കണം. അപ്പൊ അതിനു മുൻപൊന്നും അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല. എങ്കിലും മലയാളത്തിൽ പ്രത്യേകിച്ച് എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന്. തമാശ സ്റ്റേജിൽ അവതരിപ്പിക്കാനൊക്കെ ഉർവശിയുടെ എനിക്കറിയാം. കൽപ്പന ഒരു അത് പ്ലാൻ ചെയ്യുന്ന അഭിനേത്രിയായിരുന്നു. പ്രത്യേകിച്ച് കോമഡി ചെയ്യാൻ ഇപ്പൊ നമ്മൾ അറിയാതെ കൽപ്പന ഓർമ്മിച്ചു പോയി. അപ്പൊ ഈ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹം ഒരു ഇതിഹാസമാണല്ലോ ആ കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ ഈ വേദികളിൽ പബ്ലിക്കായിട്ട് ജനങ്ങളുടെ റെസ്പോൺസ് അപ്പൊ തന്നെ കിട്ടുമല്ലോ. നമ്മൾ മോശമായിട്ട് അഭിനയിച്ച മിക്കവാറും കവളത്തൊക്കെ ഓരോ സാധനങ്ങൾ വന്ന് പതിക്കാൻ ഡയറക്റ്റ് ആക്ഷൻ ആണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് അഭിനയിക്കാൻ പോകുന്നത്. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞ നടൻ ഒരിക്കലും സ്റ്റേജിൽ അങ്ങനെ ഒരു വലിയ കത്തിക്കയറത്തില്ല, ഹാസ്യ കലാകാരനായിരുന്നില്ല. കാരണം അദ്ദേഹം ബേസിക് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. വ്യക്തിപരമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ധാരാളം പുസ്തകം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ല മൂടുണ്ടെങ്കിലേ അതൊക്കെ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആവും പുള്ളി. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തിട്ടില്ല അദ്ദേഹം. അല്ലെങ്കിൽ പിന്നെ എത്ര TV പ്രോഗ്രാംസ് അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു? വളരെ കുറവായിരുന്നു. ചെയ്തത്. പക്ഷേ ഉർവശിക്ക് ഓർമ്മ കാണില്ല. എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിൽ ഞാൻ ഉള്ള കാലത്താ അദ്ദേഹം ഒരു സീരിയലിൽ പിടിച്ചു. കൽപ്പന അഭിനയിച്ചു. അപ്പൊ ഈ പുള്ളിക്കാരനെ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസറുടെ വേദന ജീവിതത്തിൽ അറിയുന്നത്. അപ്പൊ എന്നോട് ഈ ആർട്ടിസ്റ്റുകളൊക്കെ കാശ് ചോദിക്കുന്ന ഒരു പരിധിയില്ല എന്നോട് പറഞ്ഞു. ഞാൻ ഇപ്പോഴാണോ അറിയുന്നത് ഇതൊക്കെ ഈ കാര്യം? ഇതുവരെ അത് ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടില്ലല്ലോ. അമ്പിളിച്ചേട്ടൻ കുറച്ച് കുഴഞ്ഞ്. അല്ല, ഞാൻ പൊതുവേ പറയുകയാണ്, നമ്മൾ തോന്നുമ്പോൾ ഇവര് സിനിമയെ കാണുന്നത് പോലെ ഭയങ്കര കോമഡി ഒക്കെ ചെയ്യുമായിരിക്കും തോന്നും. പക്ഷെ അതായിരുന്നില്ല. വളരെ സീരിയസ് ആണ് മാനേജ് ചെയ്ത് കൊണ്ടുവരും. കുറച്ച് ഈ ഉർവശിയുടെ ഈ പ്രണയ ജോഡി എന്നുള്ള നിലയിൽ നമ്മുടെ ഫുൾ റേഞ്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നായകന്മാരിൽ ഒരാൾ ജയറാമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് അതിനോട് യോജിക്കുമോ വിയോജിക്കുമോ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഞാൻ. അല്ല, ഇത് നമ്മുടെ ഡയറക്ടേഴ്സ് തരുന്ന എന്താ അഭിനയിക്കാൻ പറയുക, അത് അഭിനയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ നമ്മൾ നായകനെ നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പ്രണയിച്ച് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനൊന്നും പ്രൊഡ്യൂസർ കാശ് മുടക്കത്തില്ല. അത് വേറെ പോയി പ്രണയിക്കാനേ പറ്റത്തില്ല. പക്ഷെ എന്താ അറിയോ, കുറെ നല്ല ഹ്യൂമറും ഇതുള്ള സിനിമകൾ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ സിനിമകൾ ജയറാമിന്റെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിരിക്കുന്നത്. ഈ ഉർവശി മാധവക്കുട്ടിയുടെ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? കാരണം ഈ മാധവക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരാളാണ് ഉർവശി. മാധവക്കുട്ടി പറഞ്ഞു, ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ഇങ്ങനെ തിരക്കിലൊക്കെ പെൺകുട്ടികൾ പോകുമ്പോഴേ ചില പുരുഷന്മാരൊക്കെ ഇത്തിരി ശല്യമൊക്കെ പെടുത്തുമല്ലോ. ശല്യം പെടുത്തു ചെറിയൊരു ബ്ലേഡ് കൊണ്ടൊരു പോന്ത് പൊന്തിയാൽ മതി, അവരെ പ്രശ്നം തീരുമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഉർവശി ആ സിനിമയിൽ അഭിനയിക്കും നരകം നന്നായിട്ട് വളർത്തിയിട്ട് അങ്ങയുടെ വയറ്റത്തിട്ട് കുത്തിയെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് കാര്യം, ആ കുത്തിന്റെ പാട് ഇപ്പോഴും ഉണ്ടെന്നാ ജയറാമിനെ തൊഴണം. അങ്ങനല്ല, എനിക്ക് ഭരതനകളുടെ നഖം നന്നായിട്ട് വളർത്തിയിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇല്ല, ഇപ്പം വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ള ആളുകളില്ല. ഇല്ല എന്താ വെച്ചാല് ഭരതനങ്ങളുടെ സിനിമയിൽ അവനിക്ക് എന്താ അറിയൂ, അദ്ദേഹം കുറച്ച് നല്ല കലാപരമായിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ അത് പറ്റത്തില്ല, മാളൂട്ടി കാണാതിരുന്ന് കാണുന്ന ഭാര്യയും ഭർത്താവുമാണ്. കൂടുതൽ സ്നേഹപ്രകടനം നടക്കുമ്പോൾ ഒരു മിനിമം സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആയുധം എടുത്തു തുടങ്ങും. ഈ സാധനം എവിടെ കുത്തുന്ന വയറ്റിൽ തന്നെ 6 മാലി കുത്തി കൊടുക്കും. പിന്നല്ല, സൂപ്പറായി. അങ്ങനെ തന്നെ വേണം ഇങ്ങനെ, അങ്ങനെ തന്നെ വേണം. അയ്യോ അപ്പൊ ജയറാം എന്തറിയോ, ജയറാം ഇങ്ങനെ ആക്കും, ഒരു കാര്യം പറഞ്ഞേക്കാൻ പൊടി ഡയറക്ടറോട് പറ അഭിനയിക്കാൻ പറ്റത്തില്ല, എന്നെ എന്തിനാ കുത്തി കൊല്ലുന്നത്? അപ്പോ കാരണം ഇപ്പൊ ജയറാമിന്റെ മുഖം ഇറിറ്റേറ്റ് ആകുമ്പോ അത് വെച്ച് കട്ട് പറയുമല്ലോ. അതാണ് എന്റെ മനസ്സിൽ അന്ന് തോന്നലെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെന്താ പറയുന്ന കുറെ സിനിമകൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സോറി ഒന്നും പറയുന്ന ഫോർമാലിറ്റി അങ്ങനൊന്നുമില്ല. വളരെയധികം എന്താ പറഞ്ഞാൽ ഞാൻ സ്കോർ ചെയ്തിരിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകളിൽ ജയറാമായിരുന്നു നായകൻ. ഇപ്പം മുഖചിത്രം എടുത്താലും കടിഞ്ഞൂർ കല്യാണം എടുത്താലും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങളുടെ പ്രണയ ജോഡി ആൾക്കാർക്ക് താല്പര്യമായിരുന്നു. അതിപ്പോ എന്താ അറിയോ, അത്തരം സിനിമകളോടുള്ള താല്പര്യമാണ്. മാത്രമല്ല അന്ന് എനിക്ക് തോന്നുന്നത് ഉർവശിയിൽ ഒരു ചെറുപ്പം കത്തി നിൽക്കുന്ന സമയമാണ്. പിന്നെയും ചെറുപ്പം അപ്പം പറഞ്ഞ്
ഉഷേ പക്ഷേ ഇവിടെ വിളിക്കുന്നുണ്ട്. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞത് ആ ചെറുപ്പം കത്തി നിൽക്കുന്നതും കത്തി പടരുന്നതും പിന്നീടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, അത് നല്ലൊരു അഭിമാന നിമിഷമല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മളെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും സിനിമകളും, അത്തരം സിനിമകളുടെ കോമ്പിനേഷൻ കൂടെ ആരാണ് കൂടുതൽ വരുന്നതോ അവരെ വീണ്ടും വീണ്ടും കാണാൻ താല്പര്യം വരും. ഇപ്പൊ ആരായാലും